എല്ലാവർക്കും സ്റ്റഡി റൂം ഫോർ CS-ൻ്റെ സി പ്രോഗ്രാമിംഗ് ഇൻ മലയാളം എന്ന വിഷയത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലോട്ട് സ്വാഗതം. കഴിഞ്ഞ കുറേ വീഡിയോ ലെക്ചറുകളിലായി നമ്മൾ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും എന്തിനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതെന്നും അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കൺസ്ട്രക്റ്റുകളായ ക്യാരക്ടർ സെറ്റ്, ടോക്കൺസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ്, പിന്നെ അതുപോലെ തന്നെ ടോക്കൺസിലെ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ വളരെ വിശദമായി കണ്ടു. എക്സ്പ്രഷൻ എന്താണ്, ഒരു എക്സ്പ്രഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഓപ്പറേറ്റർ, പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി, വേരിയബിൾസ് എന്താണ്, കോൺസ്റ്റൻസ് എന്താണ്, ഇത്തരം ടോപ്പിക്കുകൾ നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോ ലെക്ചറുകളിൽ കണ്ടു കഴിഞ്ഞതാണ്. ഓക്കെ, ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ പ്രോഗ്രാം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് വീണ്ടും റീയൂസ് ചെയ്യും എന്നുള്ള കാര്യവും ഞാൻ കഴിഞ്ഞ വീഡിയോ ലെക്ചറുകളിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് 1 by 1 ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വീണ്ടും റീയൂസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സി പ്രോഗ്രാം ലിനക്സ് പ്ലാറ്റ്ഫോമിൽ എഴുതി കമ്പൈൽ ചെയ്ത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് വി വിൽ സീ വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡയറക്ട്ലി മൂവ് ഓൺ ടു ദി സി പ്രോഗ്രാം ഇൻ ലിനക്സ് പ്ലാറ്റ്ഫോം. ഹൗ ക്യാൻ യു റൈറ്റ് എ സി പ്രോഗ്രാം ഇൻ എ ലിനക്സ് പ്ലാറ്റ്ഫോം? Basic structure of a C program. This is the basic structure of a standard C program. നമ്മളൊരു പ്രോഗ്രാം ആദ്യം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. ബട്ട് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് സെക്ഷൻസ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യണമെന്നിരിക്കും. പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ചിലപ്പം കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലോട്ട് മാറുമോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി റിസൈൻ ചെയ്ത് പോവുകയോ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും വേറൊരാൾ ആ പ്രൊജക്റ്റിലോട്ട് അസൈൻ ചെയ്യും. അപ്പോൾ പ്രൊജക്റ്റിലോട്ട് അസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിലായിരിക്കും അയാൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാം അയാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ഉപയോഗിക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ മുകളിലായിട്ട് എന്താണ് ഇത് ചെയ്തിരിക്കുന്നതെന്നും അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ കോഡ് എഴുതിയിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ എന്നുള്ളതാണ് ലിങ്ക് സെക്ഷൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ്. ലിങ്ക് സെക്ഷൻ എന്താണെന്ന് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലിങ്ക് സെക്ഷൻ എന്താണെന്ന് ഒട്ടും മനസ്സിലാവുന്നുണ്ടാവില്ല. ലിങ്ക് സെക്ഷൻ, ഡെഫിനിഷൻ സെക്ഷൻ, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ. സി പ്രോഗ്രാമിങ്ങിൻ്റെ മെയിൻ പാർട്ടാണ് ഈ മെയിൻ ഫംഗ്ഷൻ. ഈ മെയിൻ ഫംഗ്ഷൻ ഏത് സി പ്രോഗ്രാമിംഗ് ആയാലും ദിസ് മെയിൻ ഫംഗ്ഷൻ ഈസ് നെസസറി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സബ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ആ സബ് പ്രോഗ്രാംസിൻ്റെ സെക്ഷൻ. ഇതാണ് ഒരു സി പ്രോഗ്രാമിൻ്റെ ബേസിക് സെക്ഷൻ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രം. നമ്മൾ പ്രോഗ്രാമിലോട്ട് കടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതായിരിക്കും. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. മെയിൻ ഫംഗ്ഷൻ, മെയിൻ എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. മെയിൻ ഫംഗ്ഷൻ എന്നുള്ളത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഹേർട്ട് ഓഫ് എ സി പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ യു കനോട്ട് റൈറ്റ് എ സി പ്രോഗ്രാം. Okay, in next session we will see how we can write a C program in a Linux platform. Linux platformil ഒരു C program നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് you can simply open the terminal by pressing Alt Control and T. Alt Control T എന്ന് പറഞ്ഞാൽ ഈ 3 ബട്ടൺസും 3 കീസും നിങ്ങൾ ഒരുമിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് it will open a terminal. ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യണം. പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഇൻട്രാക്റ്റീവ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ബട്ട് വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. വി ക്യാൻ യൂസ് എ ടെക്സ്റ്റ് എഡിറ്റർ, Gedit എന്ന് പറയുന്ന ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യാം. ദെൻ Gedit പ്രോഗ്രാം നെയിം .c. പ്രോഗ്രാം നെയിം എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫയർ നെയിം നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഒരു ഫയൽ ഓപ്പണായി വരുന്നുണ്ടാവും. ഫയൽ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം അതിനകത്ത് ടൈപ്പ് ചെയ്തിട്ട് പ്രോഗ്രാം എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. തേർഡ് ഓപ്ഷൻ. ദെൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ടെർമിനലിലോട്ട് പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ടെർമിനലിൽ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് ടെർമിനലിലോട്ട് പ്രോംപ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യലാണ്. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ യൂസ് എ GCC പ്രോഗ്രാം നെയിം .c. നൗ യു ആർ ഇൻ എ ടെർമിനൽ. ടെർമിനലിനകത്ത് യു ക്യാൻ സിംപ്ലി ടൈപ്പ് GCC പ്രോഗ്രാം നെയിം .c. ഓക്കെ, GCC എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത പ്രോഗ്രാം പറയുന്ന സമയത്ത് വിശദമായി കാണും. സോ GCC പ്രോഗ്രാം നെയിം .c എന്ന് ടൈപ്പ് ചെയ്ത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എറർ ഒന്നും ഇല്ലെങ്കിൽ യു വിൽ ഗെറ്റ് എ ഫയൽ a.out എന്ന് പറഞ്ഞൊരു ഫയൽ കിട്ടും. a.out എന്ന് പറയുന്നത് എന്താണ് കമ്പൈലർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. GCC എന്നുള്ളത് ഒരു കമ്പൈലറാണ്. ലിനക്സ് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്ന ഒരു കമ്പൈലറാണ് GCC എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അടുത്ത പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് കാണാം. ഓക്കെ, a.out എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാം കമ്പൈലർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത്, കമ്പൈലർ എന്താ ചെയ്യുന്നത്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ലോ ലെവലായി കൺവേർട്ട് ചെയ്യും. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ അങ്ങനെ കിട്ടുന്ന മെഷീൻ കോഡിനെയാണ് ഈ എ ഡോട്ട് ഔട്ട് എന്ന് പറയുന്നത്. നൗ യു ക്യാൻ എക്സിക്യൂട്ട് ദിസ് എ ഡോട്ട് ഔട്ട് ബൈ റണ്ണിങ് ./a.out എന്ന നിങ്ങൾ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദി പ്രോഗ്രാം. ഇതാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ട വിശദമായിട്ടുള്ള സ്റ്റെപ്പ്. ഈ ഓരോ 1 by 1 സ്റ്റെപ്പ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ഉബുണ്ടു എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു സാമ്പിൾ സി പ്രോഗ്രാം എങ്ങനെ റൈറ്റ് ചെയ്ത് അത് കമ്പൈൽ ചെയ്ത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ഈ സെഷനിൽ നോക്കാം. ഓക്കെ, ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ ഞാൻ ഒരു പ്രോഗ്രാം എങ്ങനെ റൈറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞിട്ടുണ്ട്. ആ 1 by 1 സ്റ്റെപ്സ് നമ്മളിവിടെ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ആദ്യമായി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യു ക്യാൻ സിംപ്ലി ടൈപ്പ് Alt+Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് ക്യാൻ പ്രസ് ഓൾ 3 ബട്ടൺസ് Alt+Ctrl+T സമയത്ത് ഉബുണ്ടുവിനകത്തുള്ള ടെർമിനൽ ഓപ്പണായി വരുന്നുണ്ട്. ഓക്കെ, ടെർമിനൽ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു എഡിറ്റർ ആവശ്യമാണ്. ഞാൻ അതിന് യൂസ് ചെയ്യുന്ന എഡിറ്റർ എന്ന് വെച്ചാൽ Gedit എന്ന് പറഞ്ഞ എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, Gedit എന്ന് പറഞ്ഞ എഡിറ്ററിൽ Gedit സ്പേസ് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് Gedit. നിങ്ങൾക്ക് പ്രോഗ്രാമിന് ഇഷ്ടമുള്ള ഒരു നെയിം കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഡെമോ പ്രോഗ്രാം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. demo.pgm.c. ദിസ് ഇസ് ജസ്റ്റ് എ നെയിം ഓഫ് ദി പ്രോഗ്രാം. നമ്മൾ ഐഡൻറ്റിഫയറിനെ നെയിം ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു നെയിം നിങ്ങൾക്ക് കൊടുക്കാം. demo.pgm എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ നെയിമാണ്. .c എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. ദെൻ യു ക്യാൻ പ്രസ് ദി എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പണായി വരുന്നുണ്ടാവും. ഈ ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്ത് തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് സെഷനിൽ സി പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് സ്ട്രക്ചർ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാനൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യാണ്. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ void main. ഓക്കെ, പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് സ്ട്രക്ചർ പറയുന്ന സമയത്ത് അവിടെ ഒരു മെയിൻ പ്രോഗ്രാം അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. ദിസ് ഈസ് ദ ഹേർട്ട് ഓഫ് ദി സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ദിസ് ഫംഗ്ഷൻ ഈസ് നോൺ ആസ് മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷൻ അകത്താണ് നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തിനാണ് പ്രോഗ്രാം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ എങ്ങനെ പ്രോഗ്രാം എഴുതാം. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിനകത്ത് നമ്മളൊരു കാര്യം എന്തെങ്കിലും ഒരു ടാസ്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇൻപുട്ട് റീഡ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഹൗ ക്യാൻ ബി റീഡ് ഇൻപുട്ട് ബൈ യൂസിങ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സെക്കൻഡ് തിങ്, ആ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ നമുക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്യാം. ദ തേർഡ് തിങ്, നമ്മൾ പ്രോസസ്സ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് ഏത് രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാം അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ, ഈ 3 കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ പ്രോഗ്രാം റൈറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ ഇൻപുട്ട് റീഡ് ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ദിസ് ഈസ് ഈ void main ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ദിസ് ഇസ് എ വെരി ബേസിക് സി പ്രോഗ്രാമിംഗ്. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്നും ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ ഈ പ്രോഗ്രാം വാലിഡ് ആയിട്ടുള്ളൊരു സി പ്രോഗ്രാം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഗെയിൻ റിട്ടേൺ ടു ടെർമിനലിലോട്ട് പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രോഗ്രാമിൽ എറർ വല്ലതുണ്ടോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം വാലിഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ദാറ്റ് പ്രോഗ്രാം ഈസ് ഡൂയിങ് നത്തിങ്, ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ഈ പ്രോഗ്രാം വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഐ എം സിംപ്ലി കമ്പൈലിങ് ഇറ്റ്. GCC എന്ന് പറയുന്നത് ഉബുണ്ടുവിനകത്തുള്ള സി കമ്പൈലറാണ്. GNU C കമ്പൈലർ എന്ന് പറയും. ഓക്കെ, GNU C കമ്പൈലർ ഉപയോഗിച്ച് ആ കമ്പൈലറിന് ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ്, നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ്. നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം എന്താ, demo.pgm.c. എൻ്റർ അടിക്കുന്നു. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എറർ ഒന്നുമില്ലെങ്കിൽ ഇറ്റ് വിൽ അഗെയിൻ പ്രോംപ്റ്റ് ടു ദി സെയിം സെക്ഷൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കമ്പൈലറിന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പൈലർ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് മെഷീൻ പ്രോഗ്രാമായി ജനറേറ്റ് ചെയ്യും. ആ മെഷീൻ പ്രോഗ്രാം ഫയലിൻ്റെ പേരാണ് a.out. ഓക്കെ, ഇപ്പോൾ GCC demo.pgm.c എന്ന് പറഞ്ഞ സി പ്രോഗ്രാം ഫയൽ ലിനക്സ് കമ്പൈലർ അല്ലെങ്കിൽ സി കമ്പൈലർ, ലിനക്സിനകത്തുള്ള സി കമ്പൈലറിന് കൊടുത്തു കഴിഞ്ഞാൽ a.out എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്യും. അതാണ് ആ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡ് എന്ന് വെച്ചാൽ. ഈ മെഷീൻ കോഡ് റൺ ചെയ്യാൻ വേണ്ടി യു ക്യാൻ സിംപ്ലി ടൈപ്പ് ./ ഈസ് എ
command used for running C program. So C program or any executable file in a Linux. So a.out is a machine code and that is an executable file. അതായത് മെഷീനകത്ത് റൺ ചെയ്യാൻ പറ്റിയ ഒരു ഫയലാണ് a.out. GCC എന്ന് പറയുന്ന കമ്പൈലറാണ് നമ്മുടെ C പ്രോഗ്രാമിനെ എന്താക്കി കൺവേർട്ട് ചെയ്തത്, a.out ആക്കി കൺവേർട്ട് ചെയ്തത്. സോ ./a.out എന്നിരിക്കുന്ന സമയത്ത് it will again prompt that program is executed but it is not displaying anything or it is not processing anything because we haven't written anything inside that main function. നമുക്ക് പ്രോഗ്രാമിനകത്ത് നമ്മൾ വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, നമുക്ക് തിരിച്ചും വീണ്ടും പ്രോഗ്രാമിലോട്ട് പോവാം. ഈ അപ്പ് ആൻഡ് ഡൗൺ എയറോ കീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നേ ടൈപ്പ് ചെയ്ത ഹിസ്റ്ററി ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പ് എയറോ പ്രസ് ചെയ്യാണ്. അപ്പ് എയറോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ gedit demo program.c വരും. വി ക്യാൻ അഗെയിൻ പ്രസ് ദി എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും മെയിൻ ഫംഗ്ഷനകത്തോട്ട് പോകും. ഓക്കെ, ഈ മെയിൻ ഫംഗ്ഷനകത്ത് സിംപ്ലി ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ യു ക്യാൻ യൂസ് എ ടാബ് സ്പേസ്. ദാറ്റ് ഈസ് നോട്ട് നെസസറി. ഇതിനെയാണ് നമ്മളൊരു ടാബ് സ്പേസ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ കീപ്പ് ചെയ്യുകയാണെന്ന് പറയും. ഇൻഡൻറ്റേഷൻ കീപ്പ് ചെയ്യണം. ഓക്കെ, സോ ആ ഇൻഡൻറ്റേഷൻ എപ്പോഴും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ വി ക്യാൻ ഈസിലി ട്രേസ് ഔട്ട് ദി എറർ. അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈനിൽ നമ്മൾ എപ്പോഴും എഴുതുകയാണെങ്കിൽ നമുക്ക് എറർ ട്രേസ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ വലിയ വലിയ പ്രോഗ്രാം വരുന്ന സമയത്ത് അത് വളരെ കൃത്യമായിട്ട് കാണും. സോ നിങ്ങൾ ഓൾവേസ് കീപ്പ് ഇൻ പ്രാക്ടീസ്. ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടാബ് സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇതിനകത്ത് എനിക്കൊരു വെൽക്കം മെസ്സേജ് ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യാണ് printf. printf ഈസ് എ ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ പ്രിൻറ്റിങ് സംതിങ് ഓൺ എ സ്ക്രീനിനകത്ത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് printf. ഓക്കെ, ഈ printf യു ക്യാൻ സിംപ്ലി ടൈപ്പ് എ printf ആൻഡ് യു ക്യാൻ ഓപ്പൺ ദിസ് ബ്രാക്കറ്റ് ആൻഡ് പുട്ട് എ സെമിക്കോളൻ. ഓക്കെ, സോ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് ദാറ്റ് യു ക്യാൻ സിംപ്ലി റിട്ടൺ ഇൻ എ ഡബിൾ കോട്ട്സ് ഇൻസൈഡ് ദാറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്. ആ printfൻ്റെ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്ക് സിംപ്ലി ഡബിൾ കോട്ട് പ്രസ് വട്ട് എവർ യു ആർ ടൈപ്പിംഗ് ഹിയർ ദാറ്റ് വിൽ ബി പ്രിൻറ്റഡ് ഓൺ ദി സ്ക്രീൻ. ഐ എം സിംപ്ലി റൈറ്റിംഗ് ഹിയർ വെൽക്കം ടു C programming. Welcome to C programming. Okay, whatever you have typed there that will get printed on the screen. Okay, I can simply check. ഞാൻ ഇവിടെ പ്രോഗ്രാം സേവ് ചെയ്യാണ്, ദെൻ ക്ലോസ് ചെയ്യുന്നു. സേവ് ചെയ്ത് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രോംപ്റ്റിലോട്ട് തിരിച്ചു വരുന്നതായിരിക്കും. വീണ്ടും പ്രോഗ്രാം കമ്പൈൽ, കാരണം നമ്മൾ പ്രോഗ്രാമിൽ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ വീണ്ടും ആ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യണം. സോ എന്ത് വേണം, GCC ഡെമോ കമ്പൈൽ ചെയ്യാതെ നിങ്ങൾ ./a.out എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച്. ഒന്നും അവിടെ ഡിസ്പ്ലേ ആവുന്നുണ്ടാവില്ല. ഓക്കെ, ഞാൻ അവിടെ കമ്പൈൽ ചെയ്യാണ് GCC demo pgm.c. Okay, you can see some warning message. What is that warning message? You can simply read it out. In function main, warning, implicit declaration of function printf and printf welcome to C programming. Okay, so how many warning is there? We haven't seen this kind of warning yet. നമുക്ക് ഇങ്ങനെയുള്ള വാർണിംഗ് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. We are doing the first program, so you don't bother about this warning. But the main thing is that നിങ്ങൾ ഈ ഒരു printf ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ printf ഫംഗ്ഷൻ ഓൾറെഡി ബിൽട്ട് ഇൻ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അതായത് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമുക്ക് സ്ക്രീനിനകത്ത് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന C പ്രോഗ്രാമിനകത്തുള്ളൊരു ഫംഗ്ഷൻ, അതിനാണ് ബിൽട്ട് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ബിൽട്ട് ഇൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം, stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ. .h എന്ന് വെച്ചാൽ ഹെഡർ ഫയലാണ്. ഹെഡർ ഫയലിനകത്താണ് printf എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഫംഗ്ഷൻ അതിനകത്താണുള്ളത്. അപ്പോൾ stdio.h എന്ന് പറഞ്ഞ ഫയൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റൂ, printf യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞാൻ തിരിച്ച് പ്രോഗ്രാമിനകത്തോട്ട് പോവാണ്. ഓക്കെ, അവിടെ നിങ്ങൾ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് സെഷനിൽ, അതായത് ബേസിക് സ്ട്രക്ചർ പറയുന്ന സമയത്ത് മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ട് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവാണ് #include. #include is a pre-processor directive used in a C program. അപ്പോൾ ഇതിനകത്ത് #include ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫയലാണോ പ്രോഗ്രാമിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിൻ്റെ നെയിം ഇവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ stdio.h എന്ന് പറഞ്ഞത് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള ഒരു ഫയലാണ്. ഇതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ എന്ന് പറയും, stdio.h. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ, അതായത് printf എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുന്ന പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ് ആണ് #include എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ #include stdio.h എന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. ദെൻ ഐ ആം സേവിങ് ദി പ്രോഗ്രാം.
close the program, then it will return to the terminal. You can simply compile the program gcc demo pgm.c. Again, I am simply compiling it. You can run it by ./a.out. Okay, you can see welcome to C programming. C programming എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യുന്ന കാണും. ഓക്കെ, ഞാൻ വീണ്ടും തിരിച്ച് പ്രോഗ്രാമിനകത്തോട്ട് പോവാണ്. ഓക്കെ, ഞാനിവിടെ ഈ സെമി കോളൻ അങ്ങ് റിമൂവ് ചെയ്യാണ്. പ്രിൻ്റ് ഓഫ് വെൽക്കം ടു സി പ്രോഗ്രാമിങ് സെമി കോളൻ അങ്ങ് റിമൂവ് ചെയ്യണം. ഓക്കെ, ദെൻ അഗെയിൻ ഞാൻ സേവ് ചെയ്യാണ്. സേവ് ചെയ്യുന്നു. ദെൻ പ്രോഗ്രാം ക്ലോസ് ചെയ്യാണ്. Then വീണ്ടും ഞാൻ പ്രോഗ്രാം റൺ ചെയ്യാണ് gcc demo program.c. then you can see one error here. Error, okay, expected semicolon before this closing bracket. We have missed that semicolon. so ആ semicolon ഉണ്ടെങ്കിൽ മാത്രമേ റൺ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ എറർ വന്നു. ആ എറർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കാം demo pgm.c 5:1. 5:1 is nothing but 5th റോയിൽ ഫസ്റ്റ് കോളത്തിലാണ് എറർ, വിച്ച് മീൻസ് ദാറ്റ് അഞ്ചാമത്തെ റോയിലുള്ള സെൻറ്റൻസിലാണ് എറർ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ലൈനിലുള്ളത്. ഓക്കെ, അപ്പം അത് റൺ ചെയ്യാനായിട്ട് വീണ്ടും ആ പ്രോഗ്രാം എഡിറ്റ് ചെയ്യാനായിട്ട് gedit program.c എന്ന് പറഞ്ഞ വീണ്ടും ഇതിനകത്തോട്ട് കയറാണ്. സോ യു ക്യാൻ സിംപ്ലി പുട്ട് എ സെമിക്കോളൻ. ഇപ്പോൾ ഇവിടെ ലൈൻ നമ്പർ ഡിസ്പ്ലേ ആയി വരുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി. എഡിറ്റിൽ പ്രിഫറൻസിൽ കയറുക. എഡിറ്റിൽ പ്രിഫറൻസ് കയറിയിട്ടാകുമ്പം ഇതിനകത്ത് ഡിസ്പ്ലേ ലൈൻ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ദിസ് ടിക്ക് മാർക്ക് ഈസ് നോട്ട് ദർ. യു ക്യാൻ സിംപ്ലി പുട്ട് എ ടിക്ക് മാർക്ക്. അപ്പോൾ ടിക്ക് മാർക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സോ ലൈൻ നമ്പർ വിൽ ഡിസ്പ്ലേ ഹിയർ. ഓക്കെ, സോ യു ക്യാൻ ക്ലോസ് ദിസ്. ക്ലോസ് ചെയ്തിട്ട് വീണ്ടും സെമിക്കോളൻ ഇടുന്നു. ദെൻ യു ക്യാൻ സേവ് ദിസ് പ്രോഗ്രാം ആൻഡ് ക്ലോസ് ഇറ്റ്. ദെൻ യു ക്യാൻ റൺ ഇറ്റ്. gedit, can simply type gcc demo program.c then ./a.out. so it will print welcome to C programming. Okay, then I am returning to the program gedit demo program.c. ഇവിടെ അവിടെ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഈ പ്രോഗ്രാം ഒന്ന് ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം വെൽക്കം ടു സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൈൻ വരുന്നത് സെയിം ലൈനിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പ്രോഗ്രാം സക്സസ്ഫുള്ളി റൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് ലൈനിലാണ്. ഓക്കെ, വൈ ഇറ്റ് ഈസ് കമ്മിങ് ഹിയർ. ഓക്കെ, നമുക്ക് പ്രോഗ്രാമിലോട്ട് തിരിച്ചു പോവാം. പ്രോഗ്രാമിലോട്ട് തിരിച്ചു പോയിട്ട് ഐ എം സിംപ്ലി പുട്ടിങ് എ സ്ലാഷൻ. This is a new line character in a C programming. Welcome to C programming എന്ന് കഴിഞ്ഞിട്ട് if you are putting a slashen എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, it will print a new line. അടുത്തത് എന്താണോ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് അത് ന്യൂ ലൈനിൽ മാത്രമേ വരുന്നുണ്ടാവും. ഓക്കെ, again I am saving the program. നിങ്ങൾ ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ യു ക്യാൻ യൂസ് ദി കീബോർഡ് ഷോർട്ട് കട്ട് Ctrl+S എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സേവ്. യു ക്യാൻ യൂസ് Alt+F4 for closing this. Alt+F4, it will close this and you can compile the program gcc program.c then ./a.out. it will print welcome to C programming and this one will get printed in a new line. Okay, so then I am again returning to the program. If you want to clear all those things in the screen, you can simply type clear here. Okay, so then I am again returning to the program gedit demo program.c. Okay, so if we want to print hi hello welcome to C programming, hi hello. Okay, so if you want to print hi hello in a first line and welcome to C programming in a second line, you can simply put after hi hello you want to print a new line. So it will print a single new line there and so what will be the output? It will print hi hello first, then after that it will print a new line, then in the next line it will print welcome to C programming. Okay, again I am saving the program by typing Ctrl+S then Alt+F4 for closing this and you can run it gcc demo program.c then ./a.out. hi hello welcome to C programming. Okay, so you can again come back to the program. Then I'm typing /n here. What will happen? Before hi hello it will print a new line. Before hi hello it will print a new line and what will happen if I am writing /n here? So it will print a 3 blank lines there. Okay, you can again save the program then close it then gcc demo program.c then you can type ./a.out. you can see hi hello will get printed, then it will skip 3 lines. After that it will print welcome to C programming.
Okay, so this is all about the very basic C programming for printing a welcome to C programming or a message on the screen. Okay, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സ്റ്റഡി റൂം ഫോർ കമ്പ്യൂട്ടർ സയൻസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്.